നമസ്കാരം. 20th അവറാണ്. നീക്കുപിടുത്തങ്ങൾ 20-ാം മണിക്കൂർ. സ്വന്തം കാമുകിയെ വെട്ടിനുറുക്കി ഫ്രിഡ്ജിലാക്കിയ ഒരു നാവിക സേന ഉദ്യോഗസ്ഥൻ. ഇപ്പോഴും ഇന്ത്യൻ നേവിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അദ്ദേഹം. ഭാര്യ ഈ ബന്ധം അറിയുമെന്നുള്ളതായിരുന്നു പേടി. ഇനി സംശയരോഗത്തെ തുടർന്ന് ഒരു ഭർത്താവ് അവന്റെ ഭാര്യയെ ഗ്യാസ് സിലിണ്ടറോട് തലക്കടിച്ചു കൊല്ലുക. ഇത്തരം സംഭവങ്ങൾ നമുക്ക് ചുറ്റും നടക്കുമ്പോൾ അതിലേക്ക് എങ്ങനെ കണ്ണോടിക്കാതിരിക്കും? നോക്കാം വിശദമായി. സ്വാഗതം ഒരിക്കൽ കൂടി. കാമുകിയെ വെട്ടിനുറുക്കി ഫ്രിഡ്ജിലാക്കി നാവികസേനാ ഉദ്യോഗസ്ഥൻ. പെൺകുട്ടിയെ കണ്ടുമുട്ടിയത് ഡേറ്റിംഗ് ആപ്പിലൂടെ. കൊലപാതകം ഭാര്യ ആ ബന്ധം അറിയുമെന്ന് ഭീഷണിപ്പെടുത്തിയതോടെ. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിലാണ് ഈ ഞെട്ടിച്ച സംഭവം. നാവികസേനാ ഉദ്യോഗസ്ഥനായിട്ടുള്ള ചിന്താട രവീന്ദ്ര, ഇയാളാണ് അറസ്റ്റിലായത്. കൊല്ലപ്പെട്ടത് പൊലപ്പള്ളി മൗനിക എന്ന 29-കാരി. ഇന്ത്യൻ നാവികസേന കപ്പലായിട്ടുള്ള INS ദേഗയിൽ സേവനമനുഷ്ഠിക്കുന്ന ഉദ്യോഗസ്ഥരാണ് 35 വയസ്സുള്ള രവീന്ദ്ര. കൊലപ്പെടുത്തിയ ശേഷം ആ മൃതദേഹത്തെ കഷ്ണങ്ങളാക്കി ഫ്രിഡ്ജിനുള്ളിൽ ഒരു പ്ലാസ്റ്റിക് കവറിലിട്ട് സൂക്ഷിച്ച നിലയിലായിരുന്നു. ഈ രവീന്ദ്രയുടെ ഭാര്യ സ്വന്തം വീട്ടിൽ പോയ സമയത്ത് ഈ കാമുകി മൗനികയെ അയാൾ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. ഉച്ചയോടുകൂടി മൗനിക രവീന്ദ്രയുടെ വീട്ടിലെത്തി. പിന്നീട് രണ്ടുപേരും മണിക്കൂറോളം ചെലവഴിച്ചു. ഇതിനിടയിൽ ചില വാക്കുതർക്കങ്ങൾ. ആ വാക്കുതർക്കങ്ങൾക്കിടയിലാണ് മൗനികയെ ഈ രവീന്ദ്ര കുത്തിക്കൊലപ്പെടുത്തുന്നത്. പിന്നീട് ആ മൃതദേഹം അത് വെട്ടി നുറുക്കി ചില ഭാഗങ്ങൾ വിജനമായ ഒരു സ്ഥലത്ത് പോയി ഉപേക്ഷിക്കുകയും ചെയ്തു. ബാക്കിയുണ്ടായിരുന്ന ഭാഗങ്ങളാണ് ഫ്രിഡ്ജിനുള്ളിൽ കവറിലിട്ട് സൂക്ഷിച്ചത്. 2021 ഒരു ഡേറ്റിംഗ് ആപ്പ് വഴി രവീന്ദ്ര ഈ മൗനികയെ പരിചയപ്പെടുന്നത്. പിന്നീട് രണ്ടുപേരും പതിവായി കണ്ടുമുട്ടുമായിരുന്നു. അങ്ങനെ അവർ മെല്ലെ മെല്ലെ പ്രണയത്തിലായി എന്നാണ് പോലീസ് പറയുന്നത്. ഇതിനിടയിൽ 2024 ഈ മൗനികയുമായി പ്രണയം നിലനിൽക്കെ തന്നെ രവീന്ദ്ര മറ്റൊരു സ്ത്രീയെ വിവാഹം ചെയ്തു. ഈ 2 ആഴ്ച മുമ്പാണ് ഭാര്യ സ്വന്തം വീട്ടിലേക്ക് പോവുകയാണെന്ന് അറിയിച്ചത്. അങ്ങനെ കാമുകിയായിട്ടുള്ള മൗനികയ്ക്കൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ പറ്റിയ അവസരമായി രവീന്ദ്ര ഈ അവസരത്തെ എന്നാണ് പോലീസ് പറയുന്നത്. ഈ ശരീരത്തിന്റെ കഷ്ണങ്ങളാക്കിയ ഭാഗങ്ങളിൽ ചിലത് ഒരു ബാഗിലാക്കി ഉപേക്ഷിക്കാൻ വിജനമായ സ്ഥലത്ത് കൊണ്ടുപോയി. അത് കത്തിച്ചു കളഞ്ഞുവെന്നാണ് ഇയാൾ പോലീസിനോട് പറയുന്നത്. ബാക്കിയുള്ള, അതായത് കത്തിക്കാൻ കഴിയാത്ത ബാക്കിയുള്ള ശരീരഭാഗങ്ങളാണ് വീടിനുള്ളിലെ ഫ്രിഡ്ജിൽ ഇയാൾ സൂക്ഷിച്ചത്. ഈ മൃതദേഹം വെട്ടിനുറുക്കുന്നതിനായി ഓൺലൈനിൽ ഒരു കത്തിയും ഇയാൾ ഓർഡർ ചെയ്തു. പിന്നീടപ്പോഴോ താൻ പിടിക്കപ്പെടുമെന്ന് ഉള്ള ഒരു ഉറപ്പ്, ആ തോന്നലിലാണ് ഇയാൾ നേരെ പോലീസ് സ്റ്റേഷനിലെത്തി കാര്യങ്ങൾ പറഞ്ഞ് കീഴടങ്ങുന്നത്. തന്റെ കയ്യിൽ നിന്ന് ഈ മൗനിക എന്ന കാമുകി 3.5 ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്നും തങ്ങളുടെ ബന്ധം ഭാര്യ അറിയിക്കുമെന്ന് പലപ്പോഴും ഭീഷണിപ്പെടുത്തിയെന്നുമാണ് ഇയാൾ പോലീസിനോട് വെളിപ്പെടുത്തിയത്. ഈ ഒറ്റ കാര്യം കൊണ്ട് തന്നെ തർക്കങ്ങൾ ഇവർക്കിടയിൽ പതിവായിരുന്നു. ഇതാണ് കൊലയ്ക്ക് പ്രേരിപ്പിച്ചതെന്ന് അയാൾ പോലീസിനോട് പറയുന്നുണ്ട്. എന്താണെങ്കിലും ആ മൃതദേഹത്തിന്റെ തല അത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് പോലീസ് അറിയിക്കുന്നത്. ഈ കാണാതായിട്ടുള്ള ശരീരഭാഗങ്ങൾ, തലയുൾപ്പെടെ കണ്ടെത്താനായി പ്രത്യേക അന്വേഷണ സംഘത്തെ പോലീസ് നിയോഗിച്ചിരിക്കുകയാണ്. രവീന്ദ്ര മറ്റൊരു സ്ത്രീയെ വിവാഹം ചെയ്തത് മുതലാണ് മൗനികയിൽ നിന്നുള്ള നിരന്തരമായിട്ടുള്ള ഭീഷണികൾ ഉയരുന്നത്. അങ്ങനെയാണ് ഇവർക്കിടയിലുള്ള ബന്ധം അത് വഷളാവുന്നത്. ഇതിൽ മനമെടുത്ത് അങ്ങനെ രവീന്ദ്ര കൊലപാതകം ആസൂത്രണം ചെയ്തുവെന്നാണ് അന്വേഷണത്തിൽ പോലീസിന് വ്യക്തമായത്. എന്നാലും ഒരു നാവികസേനാ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നാണ് ഈ ഞെട്ടിക്കുന്ന അരുംകൊല.
കാറിന് സൈഡ് കൊടുക്കാത്തതിനെ തുടർന്ന് വെടിവെപ്പ്. കൊല്ലപ്പെട്ടത് കാൽനടക്കാരനായിട്ടുള്ള മുൻ സൈനികൻ. രക്ഷപ്പെട്ട പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലാണ് ഈ സംഭവം നടന്നത്. രാവിലെ മസൂറി റോഡിലെ ജോറി ഗ്രാമത്തിലാണ് ഈ കാര്യമൊക്കെ നടക്കുന്നത്. പ്രഭാത സവാരിക്കിറങ്ങിയ മുൻ സൈനിക ഉദ്യോഗസ്ഥനാണ് ഇത്തരത്തിൽ വെടിയേറ്റ് മരിക്കുന്ന സാഹചര്യമുണ്ടായത്. സൈഡ് കൊടുക്കാത്തതിനെ ചൊല്ലി രണ്ട് കാർ ഉടമകൾ തമ്മിലുണ്ടായ തർക്കം, അതാണ് ഈ ഒരു വെടിവെപ്പിലേക്കൊക്കെ നയിച്ചത്. ആ തർക്കത്തിന് ഒടുവിലുണ്ടായ വെടിവെപ്പിലാണ് റിട്ടയർഡ് ബ്രിഗേഡിയർ മുകേഷ് ജോഷി എന്ന 74-കാരന് വെടിയേൽക്കുന്നതും ദാരുണമായി കൊല്ലപ്പെടുന്നതും. ഡൽഹി രജിസ്ട്രേഷനിലുള്ള ഒരു ഫോർച്യൂൺ കാറിൽ വന്ന ആളുകളും ഒരു സ്കോർപിയോയിൽ എത്തിയവരും തമ്മിലാണ് സൈഡ് കൊടുക്കുന്നതിനെ ചൊല്ലി തർക്കമുണ്ടാവുന്നത്. തർക്കം രൂക്ഷമായപ്പോൾ ഈ സ്കോർപിയോയിൽ ഉണ്ടായിരുന്നവർ ഫോർച്യൂണർ കാറിനെ പിന്തുടരുകയും അതിന് ടയറുകൾക്ക് നേരെ വെടിവെക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇതിലൊരു വെടിയുണ്ടെയാണ് ആ വഴിയരികിലൂടെ നടന്നുപോയ ബ്രിഗേഡിയർ ജോഷിയുടെ ശരീരത്തിൽ വന്ന് തറയ്ക്കുന്നത്. ഉടൻ തന്നെ അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ആ ബ്രിഗേഡിയർക്കൊപ്പം നടക്കാനിറങ്ങിയവർ പറയുന്നത്. जोर से उधर से हमारे सामने से दो गाड़ी बहुत रफ्तार से आ रही थी, तो हम लोग और बचने के लिए नाली में जब तक उतरने की कोशिश की, जो सड़क के बगल में नाली होती है, तब तक एक पटाखे की आवाज आई और देखे ब्रिगेडियर साहब को लगी और वो गिर गए. हम लोग नहीं समझ पाए, गाड़ी तब तक निकल गई दोनों. फिर उनको जब हम लोग उठाए, उनको हम सोचे कि हार्ट अटैक होगा, इनको स्टेंट वगैरह लगा था. जब थोड़ा सा उनका हम सेकंड इनर खोले तो देखे वहां स्पॉट है, खून निकल रहा है. फिर हम लोगों ने लोकल लोगों को पकड़ा, लोकल लोगों ने मदद दिया और 10-15 मिनट में हम लोग यहाँ आ गए, जो मैक्स हॉस्पिटल में आ गए. जब मैक्स हॉस्पिटल में हम लोग आए तो यहाँ के डॉक्टर ने तुरंत अटेंड किया, कोई बहुत अच्छा किया, लेकिन चूंकि ब्रिगेडियर जोशी जी की डेथ हो चुकी थी, तो हम लोग लाए तो डेथ हो चुकी थी उनकी. വെടിയേറ്റതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട കാറ് ജോറി പ്രൈമറി സ്കൂളിന് സമീപമുള്ള ഒരു മരത്തിലിടിച്ച് തകരുകയും ചെയ്തു. അപകടത്തിന് പിന്നാലെ രണ്ടാമത്തെ കാറിലെത്തിയ സംഘം ആ ഡൽഹി രജിസ്ട്രേഷനുള്ള കാറിലെ യാത്രക്കാരെ ക്രൂരമായി മർദ്ദിക്കുകയും വാഹനം അടിച്ചു തകർക്കുകയും ചെയ്തുവെന്നാണ് ആ പ്രദേശവാസികൾ പറയുന്നത്. ഈ പരിക്കേറ്റ 2 യാത്രക്കാരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ അതിക്രമം മുഴുവൻ കാട്ടിയ ശേഷം ആ പ്രതികൾ ആ കാറുമായി രക്ഷപ്പെട്ടു. വലിയ ശബ്ദവും അതിനു പിന്നാലെ വെടിപൊട്ടുന്ന ഒരൊച്ചയും കേട്ടുവെന്നാണ് അവിടെ എത്തിയ ആളുകൾ പറയുന്നത്. ആദ്യം ആ ഓടിയെത്തിയ പ്രദേശവാസികൾ കരുതിയത് അത് ഹൃദയാഘാതമാണെന്നാണ്. എന്നാൽ രക്തം കണ്ടതോടുകൂടിയാണ് വെടിയേറ്റുവെന്ന് ബോധ്യപ്പെട്ടതെന്ന് ബ്രിഗേഡിയറുടെ സഹോദരനും പറയുന്നു. पटाखे गोली की आवाज सुनी हमने, पटाखे की बहुत दूर सगड़ी आवाज आई थी, इससे हम भी सहम गए थे. और वो गोली मतलब कैसे आई, कहाँ से आई, ये गाड़ी से ही, क्योंकि गाड़ी से ही गोली निकली थी. तो काली रंग की गाड़ी एक पीछे थी, एक व्हाइट रंग की गाड़ी आगे थी, जो कि बड़ी तेजी से वहां से निकल गई. ഡെറാഡൂൺ SSP പ്രേമേന്ദ്ര സിംഗ് ദോവാൽ സംഭവസ്ഥലം സന്ദർശിച്ചു. പ്രതികൾക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയും പരിശോധന കർശനമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു മുൻ സൈനിക ഉദ്യോഗസ്ഥന്റെ കൊലപാതകമായതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടു കൂടിയാണ് ഉത്തരാഖണ്ഡ് സംസ്ഥാന സർക്കാർ ഈ സംഭവത്തെ വീക്ഷിക്കുന്നതെന്നാണ് ഇവിടുത്തെ മന്ത്രിയായിട്ടുള്ള ഗണേഷ് ജോഷി മാധ്യമങ്ങളോട് പറഞ്ഞത്. पुलिस ने पीछा करके उस स्कॉर्पियो को ट्रेस आउट कर लिया और जैसे मैंने अभी जानकारी ली है कि पुलिस ने उसके भोगपुर के कहीं जंगल में उनको घेर रखा है. मुझे पूरा भरोसा है कि पुलिस शीघ्र ही उनको गिरफ्तार करेगी, इनको सजा मिलेगी. इस दुख की घड़ी में हम इस परिवार के साथ में हैं. अब जो घटना हुई हमने ये भी सुनिश्चित किया, जैसे लोगों ने बताया कि इस क्षेत्र में इसमें को गरीब बिक्री है, और भी आगे हम सुनिश्चित करेंगे कि इस प्रकार की पुनरावृत्ति वहां पर न हो और वहां पर पुलिस की व्यवस्था की जाएगी. ഈ പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്, അത് പരിശോധിച്ചു വരികയാണ്. തികച്ചും ശാന്തമായിട്ടുള്ള മസൂറി റോഡിൽ നടന്ന ഒരു സിനിമാ സ്റ്റൈൽ അതിക്രമം, ആ അതിക്രമത്തിന്റെ ഞെട്ടലിലാണ് ആ പ്രദേശവാസികൾ.
ഐസ്ക്രീം വിൽപ്പനക്കാരനെ കഴുത്തറുത്തു കൊന്നു. തല കത്തിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അറസ്റ്റ്. ഉത്തർപ്രദേശിലെ ബാരാബങ്കിയിലാണ് ഈ സംഭവം. പാരാബഹദ സ്വദേശിയായിട്ടുള്ള ബബ്ലു എന്ന 25 വയസ്സുകാരനാണ് ഐസ്ക്രീം വിൽക്കാനായി അവിടെ എത്തുകയും അവിടെ അതിദാരുണമായി കൊല്ലപ്പെടുകയും ചെയ്തത്. പർസാവാൽ സ്വദേശിയായിട്ടുള്ള ശങ്കർ യാദവ് എന്ന 50-കാരനാണ് പ്രതി. ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്താണ് സംഭവിച്ചത്? പതിവ് പോലെ ഐസ്ക്രീം വിൽക്കാനായി ഈ പർസാവാൽ ഗ്രാമത്തിലേക്ക് എത്തിയതായിരുന്നു ബബ്ലു. അവിടെ വെച്ച് ഈ ശങ്കർ യാദവുമായി ചില തർക്കമുണ്ടായി. തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്ന് ആ തർക്കത്തിനിടയിൽ അയാൾ ഒരു അരിവാൾ എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് പ്രതി ബബ്ലുവിനെ ആക്രമിച്ചു. നാട്ടുകാർ നോക്കി നിൽക്കുകയാണ്. ആ യുവാവിന്റെ തല അറുത്തെടുത്ത ശേഷം അയാൾ ആ തലയും പിടിച്ചുകൊണ്ട് അയാളുടെ തന്നെ വീടിനുള്ളിലേക്ക് പോയത്. थाना टिकैत नगर क्षेत्र में घटना घटित हुई थी, जिसमें एक बबलू जो कि दरियाबाद क्षेत्र का रहने वाला था, ये आइसक्रीम बेचते हुए ग्राम नैपुरा परसावल में जा रहा था. इसी बीच एक शंकर यादव जो कि ग्राम परसावल का रहने वाला है, वो आइसक्रीम खरीदने के दौरान किसी बात पे शंकर यादव के द्वारा उसके ऊपर धारदार हथियार से प्रहार कर दिया गया, जिससे उसकी मृत्यु हो गई. പോലീസ് സ്ഥലത്തെത്തിയപ്പോൾ ആ വീടിനുള്ളിൽ ആ പ്രതി ഒരു തീ കൂട്ടാനുള്ള ശ്രമത്തിലായിരുന്നു. എന്തിനായിരുന്നു? ആ യുവാവിന്റെ തല കത്തിച്ചു കളയാനുള്ള ശ്രമത്തിനിടയിലാണ് പ്രതിയെ പിടികൂടിയതെന്ന് പോലീസ് പറയും. घटना के लिए जो घटना का जो अभियुक्त था उसकी पुलिस टीम के द्वारा गिरफ्तारी कर ली गई है. अभियुक्त शंकर यादव वही ग्राम परसावल का रहने वाला है और इसके पास से जो घटना में प्रयुक्त आला कत्ल है वो भी बरामद किया गया है. इसमें अभियुक्त से हमारी टीम के द्वारा लगातार पूछताछ की जा रही है और घटना से संबंधित सभी सुसंगत साक्ष्य संकलित किए जा रहे हैं और आगे जो तथ्य निकल के आएंगे उसके आधार पर वैधानिक कार्रवाई की जाएगी. കൊലപാതകത്തിന് ഉപയോഗിച്ച ആ അരിവാൾ, ആ ആയുധം ആ വീടിനുള്ളിൽ തന്നെ പോലീസ് കണ്ടെത്തി. യുവാവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്തു. കേവലം ഉണ്ടായ ചില തർക്കം മാത്രമാണോ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്, അതോ മറ്റെന്തെങ്കിലും കാരണമോ മുൻവൈരാഗ്യമോ ഉണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് പോലീസ് സംഘം. കൂടുതൽ വാർത്തകളിലേക്ക് തിരികെ എത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. മൊബൈലും ടിവിയും ഒക്കെയുമായി ജയിൽ ജീവിതം ആസ്വദിച്ച് തടവുകാർ. 3 ജയിൽ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. കർണാടകയിലെ പരപ്പന അഗ്രഹാര സെൻട്രൽ ജയിലിലാണ് ഈ സംഭവങ്ങളെല്ലാം. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ തടവുകാർക്ക് ആഡംബര സൗകര്യങ്ങൾ നൽകി വീഴ്ച വരുത്തിയ 3 ജയിൽ വാർഡന്മാരെയാണ് അധികൃതർ സസ്പെൻഡ് ചെയ്തത്. മൊബൈൽ ഫോണും ടിവിയും യഥേഷ്ടം ഉപയോഗിച്ചായിരുന്നു ഈ തടവുകാരുടെ ജയിൽവാസം. ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതും ടിവിയിൽ നെറ്റ്ഫ്ലിക്സ് ഉൾപ്പെടെയുള്ള OTT പ്ലാറ്റ്ഫോമുകൾ കാണുന്നതുമാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഈ വീഡിയോയിലുള്ളത്. ഈ നടക്കുന്ന IPL മത്സരങ്ങളെക്കുറിച്ച് ഇവർ ചർച്ച ചെയ്യുന്നതും ആ വീഡിയോയിൽ കേൾക്കാൻ കഴിയുന്നു. ನೋಡಿ ಫ್ರೆಂಡ್ಸ್, ಜೈಲಲ್ಲಿ ಕೂತ್ಕೊಂಡು ರೀಲ್ಸ್ ನೋಡ್ತಾ ಇದ್ದಾನೆ ಇವನು. ಇಲ್ಲಿ ನೋಡಿ ಇವನು ನೋಡಿದ್ರೆ ಇಲ್ಲ ನೆಟ್ಫ್ಲಿಕ್ಸಲ್ಲಿ ಮೂವಿ ನೋಡ್ತಾನೆ ಫ್ರೆಂಡ್ಸ್. ಇವನು ನೋಡಿ ಫೋನ್ ಯೂಸ್ ಮಾಡ್ತಾರೆ ಇವನು. ಡೇಟ್ ಇವತ್ತು, ನಾಳೆ ಬೆಂಗಳೂರು ಮ್ಯಾಚ್ ಬೇರೆ. ಈ ಸಲ ಕಪ್ಪು ನಮ್ಮದೇ. ನೋಡಿ ನಮ್ಮ ಕುಮ ಇವನು RCB ಆಡ್ತಾನೆ. ನಮಗೆ ಈ ಫೋನ್ ತಗೊಂಬಂದು ಕೊಟ್ಟಿದ್ದು IPS, ಈ ಫೋನ್ ತಗೊಂಬಂದು ಕೊಟ್ಟಿದ್ದು ಅಲಕ್ ಕುಮಾರ್. ಇಲ್ಲಿ ಕಾಸು ಕೊಟ್ಟರೆ ಎಲ್ಲ ಸಿಗುತ್ತೆ. ശുചിമുറിയിലെ പൈപ്പിനുള്ളിലാണ് ഇവർ ഈ മൊബൈൽ ഫോണുകൾ ഒളിപ്പിച്ചിരുന്നത്.
ഇനി ആ മൊബൈൽ ഫോണുകൾ അവിടെ നിന്ന് ഇവരെ കൊണ്ട് തന്നെ എടുപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പിന്നീട് പുറത്തു വന്നു. ഒരു കൊലക്കേസുമായി ബന്ധപ്പെട്ട് 2.5 വർഷത്തിലേറെ ജയിലിൽ കഴിയുന്ന തടവുകാരാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. 3 ജയിൽ ഉദ്യോഗസ്ഥർക്കാണ് സസ്പെൻഷൻ. ശിവാനന്ദ് കരളഭട്ടി, നിരഞ്ജനെ കാമത്ത്, ഹനുമന്തപ്പ എന്നിവർക്കാണ് സസ്പെൻഷൻ കിട്ടിയത്. എന്താണെങ്കിലും സംഭവത്തിൽ ജയിൽ ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നാണ് അധികൃതർ പരിശോധിക്കുന്നത്. വീഡിയോയിൽ കണ്ട മൊബൈൽ ഫോണുകൾ എന്താണെങ്കിലും പിടിച്ചെടുത്തിട്ടുണ്ട്. സംഭവത്തിൽ കേസെടുത്ത് വിശദമായിട്ടുള്ള അന്വേഷണവും ആരംഭിച്ചു. ഭാര്യയെ ഗ്യാസ് സിലിണ്ടർ കൊണ്ട് തലക്കടിച്ചു കൊന്നു. മൃതദേഹത്തിനരികിൽ 18 മാസം പ്രായമുള്ള കുഞ്ഞുമായി പ്രതി. ദക്ഷിണ ഡൽഹിയിലെ പുൽപ്രഹ്ലാദ്പൂർ പ്രദേശത്താണ് കൊല്ലപ്പെട്ടത്. പൂനം എന്ന യുവതിയാണ്. ഭർത്താവ് സുരേഷാണ് ആ പ്രതി. കുടുംബകലഹത്തെ തുടർന്ന് യുവതിയെ ഈ ഭർത്താവ് ഗ്യാസ് സിലിണ്ടർ കൊണ്ട് തലക്കടിച്ചു കൊല്ലുകയായിരുന്നു. രാത്രി ഏതാണ്ട് 9:30-ക്കാണ് ഈ പൂനത്തിന്റെ കൊലപാതകം. ചെറിയ ഗ്യാസ് സിലിണ്ടർ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് തലക്കടിച്ചത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അവൾ മരിച്ചു. സംശയമാണ് ഈ കൊടും ക്രൂരതയിലേക്ക് നയിച്ചത് എന്നാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്. ഈ അയൽക്കാരൊക്കെ പറയുന്നതനുസരിച്ചാണ് പോലീസ് സംഭവ സ്ഥലത്തേക്ക് എത്തുന്നത്. അയൽക്കാർ അറിയിച്ചതനുസരിച്ച്. അങ്ങനെ സംഭവ സ്ഥലത്തെത്തിയ പോലീസ് ഉടൻ തന്നെ അയാളെ ആ പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. बिटिया का जो पिताजी हैं वो भाल लेके खड़े हुए थे और जब हमने देखा तो जहाँ रहते हैं इनके किराएदार वगैरह मकान मालिक वगैरह उनसे मारपीट कर रहे थे। जब हमें पता चला तो इस बिटिया को हमने उससे छीन लिया कि मम्मी को मारा है इसी को। तो मारने के बाद जब हम ऊपर गए लेके बिटिया को, हमने देखा कि इसकी मम्मी को ऑन द स्पॉट खत्म कर दिया है। क्या चीज से मारा? छोटे वाले सिलेंडर से, जो 4.5 किलो का सिलेंडर होता है, उससे ऑन द स्पॉट खत्म कर दिया। सर में मारे थे। ये लोग कितने दिन से यहाँ रह रहे हैं? 1 महीना हो गया नहीं रहते हुए। പോലീസ് എത്തിയപ്പോൾ ഈ വീടിന്റെ വാതിൽ അകത്തു നിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. 1 മാസം മുമ്പാണ് ഈ ദമ്പതികൾ ഈ DDA ഹൗസിംഗ് കോംപ്ലക്സ് എന്ന സ്ഥലത്തേക്ക് താമസം മാറുന്നത്. ശനിയാഴ്ച രാത്രി ഒരു നിലവിളി കേട്ടാണ് ഈ അയൽവാസികൾക്ക് ഓടിയെത്തിയത്. അപ്പോൾ അവർ കണ്ട ദൃശ്യങ്ങൾ ഞെട്ടിക്കുന്നതാണ്. രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന പൂനത്തിന്റെ മൃതദേഹം. 1.5 വയസ്സുള്ള കുഞ്ഞിനെ മടിയിലിരുത്തി തറയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ആ പ്രതി. മൃതദേഹത്തിന് സമീപവും രക്തം ഇങ്ങനെ വാർന്നു കിടക്കുന്നു. ആ രക്തക്കറ പുരണ്ട സിലിണ്ടറും തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ഈ ദമ്പതികൾക്ക് 2 കുട്ടികളാണുള്ളത്. ഒരു കുട്ടി മുത്തശ്ശിക്കൊപ്പമാണ് താമസിച്ചിരുന്നത്. നിരന്തരം ഇയാൾ ഭാര്യയെ സംശയിച്ചിരുന്നു, വഴക്കിട്ടിരുന്നു എന്നാണ് അയൽവാസികൾ പോലീസ് നൽകിയ മൊഴി. जैसे हम लोग घूम करके आ रहे थे तो पता चला बहुत भीड़ लगा हुआ था, तो हम लोग पूछे जी क्या हुआ है, तो कोई बोला ये अपने पत्नी को सिलेंडर से मार दिया है और बहुत गलत हुआ है। बेटी है, बेटा होता तो कैसे भी जिंदगी जी सकता है। बेटियों की दुनिया में अभी कोई नहीं है,
कोई कुछ भी नहीं कर सकता है। बहुत गलत हुआ है, हाँ बहुत गलत हुआ है। उनको छोड़ने की कोई वो नहीं है, आप लोग मत छोड़ो, कोई भी मत छोड़ो। കൊലപാതകം നേരത്തെ ആസൂത്രണം ചെയ്തതാണോ എന്ന കാര്യത്തിൽ ഇതാണല്ലോ വിശദമായിട്ടുള്ള അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട്. തലസ്ഥാന നഗരിയെ നടക്കുന്ന ഈ ഗാർഹിക കൊലപാതകങ്ങളുടെ പരമ്പരയിലെ ഏറ്റവും പുതിയ അധ്യായമായിട്ടാണ് ഇതിനെ കാണുന്നത്. അവരുടെ സമയം പൂർണ്ണമാവുകയാണ്. വീണ്ടും നാളെ കാണാം 20 മണിക്കൂറിൽ. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.